ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ട് ഫ്രൈ ആണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോളിഫ്ലവർ എടുത്ത് അടത്തി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കച്ചി കല്ലുപ്പൊക്കെ ഇട്ട് ഒന്ന് അവൻ്റെ വിഷാംശമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്ത് നിന്ന് പെറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പെറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമുക്ക് തിളയ്ക്കാൻ വെക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചൊന്ന് കുക്കാവട്ടെ. ഒരുപാട് കുക്കായി ഓവറായിട്ട് പോകരുത്. ഒരു കുറച്ച് നേരം ഒരു 3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതുപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് ഊറ്റി വെച്ചേക്കുക. നന്നായിട്ട് വെള്ളാംശമൊക്കെ ഒന്ന് വലിഞ്ഞു പോട്ടെ കേട്ടോ. ഇനി നമുക്കിതിന് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി അല്ല, കൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചെടുത്തത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി കുറച്ച് മീറ്റ് മസാല ഓർ ചിക്കൻ മസാല, അത് നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഞാൻ ഉപ്പ് പൊടിയല്ല ഇടുന്നത്, ഉപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നീരൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചതാണിത്. അതും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 സ്പൂൺ അളവിൽ ഞാൻ മൈദാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ വെന്ത് ഊറ്റി വെച്ചേക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ടിങ് ആവുന്നതോടെ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും അതിൻ്റെ ആ കോട്ടിങ് വരുന്ന രീതിയിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. എല്ലായിടത്തും നമ്മുടെ അരപ്പൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് കുറേശ്ശെ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചോറിൻ്റെ ഒക്കെ കൂടുതൽ സൈഡ് ഡിഷായിട്ട് എടുക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ നമ്മൾ ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടലയൊക്കെ കുറിക്കുന്ന പോലെ കുറിക്കാമല്ലോ, അങ്ങനെ എടുക്കാനും കൊള്ളാം കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരി ഒരുമിച്ച് ഫ്രൈ ചെയ്യാതെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് കട്ട പിടിച്ചിരിക്കാതെ കുറേശ്ശെ ഇട്ടിട്ട് കൊടുത്ത് 2 ട്രിപ്പായിട്ടോ 3 ട്രിപ്പായിട്ടോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടും. കാരണം ചിക്കൻ ഫ്രൈ പോലെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതിനും. അപ്പം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടോളും. അപ്പോൾ നമ്മുടെ ഏകദേശം മുരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചൂടോട് കൂടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് തണുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചൂടോട് കൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫസ്റ്റ് ട്രിപ്പ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഒന്നിട്ട് കൊടുത്തിട്ട് അത് നമുക്ക് കോരിയെടുത്തതിൻ്റെ മുകളിലേക്കൊന്ന് ചുമ്മാ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.